ഈരാറ്റുപേട്ടയിൽ ഇതാ വലിയ രീതിയിൽ വെള്ളം കയറിയിരുന്നു. ഇപ്പോൾ അവിടെ നിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് എന്ന ആശ്വാസകരമായ വാർത്ത വരികയാണ്. പക്ഷേ നഗരത്തിൽ ആകെ ചെളി അടിഞ്ഞുകൂടിയ സ്ഥിതിയാണുള്ളത്. പുലർച്ചെ വലിയ വെള്ളക്കെട്ടായിരുന്നു നഗരത്തിൽ അനുഭവപ്പെട്ടത്. കടകളിലും വീടുകളിലും ഒക്കെ വെള്ളം കയറിയിരുന്നു. നടരാജ് പരശുറാമുണ്ട് വിവരങ്ങൾ നൽകാൻ. നടരാജ, ഈരാറ്റുപേട്ടയിൽ നിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങി എന്ന വിവരങ്ങൾ വരികയാണ്. പക്ഷേ ഈ അടിഞ്ഞുകൂടിയ ചെളി അതിപ്പോൾ ആളുകളെല്ലാവരും ചേർന്ന് നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണോ? അങ്ങനെ തന്നെയാണ്. വെള്ളം ഇറങ്ങി തുടങ്ങി എന്നുള്ളത് വലിയ ആശ്വാസമാണ്. രാവിലെ ഈരാറ്റുപേട്ടയിൽ നിന്ന് നമ്മൾ കണ്ട ദൃശ്യങ്ങളൊക്കെ തന്നെ ഭയാനകമായിരുന്നു. പല സ്ഥലങ്ങളിലും വലിയ രീതിയിൽ വെള്ളം കയറിയിരുന്നു. ഇപ്പോൾ മീനച്ചിൽ അല്പം ശാന്തമാണ്. വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ കാണുന്നത് ഈരാറ്റുപേട്ടയിലെ പൊതുപ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും യുവജനങ്ങളൊക്കെ കൂടി ചേർന്ന് ഈ പാലത്തിൽ അടിങ്ങിക്കൂടിയ മരങ്ങളും മറ്റും മാറ്റുന്നതാണ്. ആ ഭാഗത്ത് വെച്ച് നോക്കിയാൽ കാണാം വലിയൊരു മുളക്കോട്ടമൊക്കെ തന്നെ ഉരുൾപൊട്ടിയ മേഖലയിൽ നിന്നും വലിയ ശക്തിയായി ഈ ഭാഗത്തേക്ക് അടിച്ചു വന്ന് ഇവിടെ കെട്ടിക്കിടക്കുകയാണ്. ഇവിടെ പാലത്തിലാണ് നമ്മളുള്ളത്. അതിനെ കഷ്ണങ്ങളാക്കി മുറിച്ചു മാറ്റി ഇവിടെ നിന്നും മാറ്റാനുള്ള ഒരു വലിയ ശ്രമമാണ് ഇവിടെയുള്ള പൊതുപ്രവർത്തകർ നടത്തുന്നത്. നഗരമാകെ ചളി നിറഞ്ഞു നിൽക്കുകയാണ്. രാവിലെ വലിയ രീതിയിൽ വെള്ളം കെട്ടിക്കിടന്ന സ്ഥലമാണ്. ഇപ്പോൾ ചെളി നിറഞ്ഞു നിൽക്കുകയാണ്. ഈ പ്രദേശത്തെ കടകൾ, സ്ഥാപനങ്ങൾ, വീടുകളിലൊക്കെ തന്നെ വലിയ രീതിയിൽ ചെളി കെട്ടിക്കിടക്കുന്നു. ഇത് പഴയതുപോലെ ആക്കിയെടുക്കാൻ, വൃത്തിയാക്കി എടുക്കാൻ വലിയൊരു അധ്വാനം തന്നെ വേണ്ടിവരും. നല്ല പണിയാണല്ലേ? നല്ല പണിയാണ്. എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ഈ മുളയൊക്കെ വലിയൊരു കൂട്ടം മുളയൊക്കെ നേരത്തെ മാറ്റുന്നത് കണ്ടു. അതിന്റെ പിന്നെ ബാക്കിയാ പോയത്. എങ്ങനെയുണ്ട് രാവിലെ? എന്തായിരുന്നു ഇവിടുത്തെ സ്ഥിതി? രാവിലെ പാലത്തിന് മുകളിൽ വെള്ളമായിരുന്നു. ഇപ്പൊ എല്ലാം ശാന്തമായി. ഇപ്പൊ ഇതെല്ലാം മാറ്റിയാലുള്ള വെള്ളം ഒഴുകി മാറുമ്പോൾ വീടുകളിലൊക്കെ വലിയ രീതിയിൽ വെള്ളം കയറി. അവിടെ കടയിലെല്ലാം വീടുകളിലെല്ലാം വെള്ളം കയറി. എത്ര രൂപയുടെ നാശനഷ്ടം വന്നിട്ടുണ്ടാവും? കോടിക്കണക്കിന് വേണം നഷ്ടം ഈരാറ്റുപേട്ടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. എന്താ ചേട്ടാ ഇവിടുത്തെ ഒരു പൊതുസ്ഥിതി എന്താണ്? ഇവിടെ ഇന്നലെ രാത്രി മുതൽ നല്ല വെള്ളമായിരുന്നു. ഇവിടെ ഒരു 1000-ഓളം വീടുകളിൽ ഈരാറ്റുപേട്ടയിൽ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. വളരെ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ പാലത്തിലൊക്കെ വന്ന് ബ്ലോക്കായി ഈ കടകളും വീടുകളും എല്ലാം നശിച്ച ഒരവസ്ഥയിലാണ്. ഇതൊന്ന് നേരെ പഴയ രീതിയിലാക്കി എടുക്കാൻ ചിലപ്പോൾ ദിവസങ്ങളൊന്നും തന്നെ വേണ്ടി വന്നേക്കാം. അത്രയും മോശമായ അവസ്ഥയാണ് ഇപ്പോൾ ഈരാറ്റുപേട്ട കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്.